ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറയെ ആരാധകരുള്ള നടിയായിരുന്നു ഭാനുപ്രിയ. അഭിനയത്തോടൊപ്പം നൃത്തത്തിനോടും പ്രിയമുള്ള നടി മോഹൻലാൽ നായകനായ രാജശില്പി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികളുടെ മനം കവർന്നത്. മമ്മൂട്ടി നായകനായ അഴകിയ രാവണനിലും ഭാനുപ്രിയയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. സംവിധായകൻ ആർ സുകുമാരനാണ് രാജശില്പിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭാനുപ്രിയയെ തിരഞ്ഞെടുത്തത്. സിനിമയിൽ പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കുന്നതിൽ കർക്കശമുള്ള നടിയെന്നും ഭാനുപ്രിയ അറിയപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ താരം സിനിമാഭിനയ രംഗത്തു നിന്നും നീണ്ട ഇടവേളയെടുത്തിരിക്കുകയാണ്. നടി മറവി രോഗത്തിന്റെ പിടിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അടുത്തിടെ ഭാനുപ്രിയ തന്നെ താൻ മറവി രോഗത്തിൽ അകപ്പെട്ടുവെന്ന് തുറന്നു പറയുകയുണ്ടായി. ഭർത്താവ് ആദർശ് കൗശലിന്റെ വിയോഗം മൂലമുണ്ടായ വിഷാദമാണ് ഭാനുപ്രിയയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചത്. 1998 നടിയുടെ വിവാഹം. കുടുംബജീവിതം ആരംഭിച്ചെങ്കിലും ഭാനുപ്രിയ സിനിമയിൽ സജീവമായിരുന്നു. എനിക്ക് സുഖം തോന്നില്ല, മറവിയുടെ പ്രശ്നമുണ്ട്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, നൃത്തത്തിൽ താല്പര്യമില്ല, വീട്ടിൽ പോലും ഇപ്പോൾ നൃത്തം പരിശീലിക്കാറില്ല. 2 വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ ഭാനുപ്രിയ പറഞ്ഞു. രോഗം ഗുരുതരമായ അവസ്ഥയിലെത്തിയതോടെ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സ്വന്തം സംഭാഷണങ്ങൾ പോലും മറന്നു പോകുന്ന അവസ്ഥയുണ്ടായതായും ഭാനുപ്രിയ പറഞ്ഞു. ചില നേരങ്ങളിൽ ചില മനിതർകൾ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. സംവിധായകൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്റെ സംഭാഷണങ്ങൾ ഞാൻ മറന്നുപോയെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ശിവകാർത്തികേയന്റെ അയലാൻ എന്ന സിനിമയിലാണ് ഭാനുപ്രിയ അവസാനമായി അഭിനയിച്ചത്.